നമ്മുടെ ഡോക്ടർ ഡൂമും തോറും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിലായിരിക്കും ജയിക്കുക. ആക്ച്വലി ഇവർ തമ്മിൽ കോമിക്കിൽ നടന്നിട്ടുള്ള ചില ഫൈറ്റും ഇവരുടെ പവേഴ്സ് കമ്പാരിസണൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോവുക. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്നും ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരും. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് കോമിക്കിൽ ഇവർ തമ്മിൽ എവിടെയെങ്കിലും ഫൈറ്റ് നടന്നിട്ടൊന്ന് നോക്കാം. ആക്ച്വലി ഇവർ തമ്മിൽ കോമിക്കിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ അത് വെറും ഡൂമും വെറും തോറും തമ്മിലുള്ളൊരു ഫൈറ്റല്ല. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ, അതായത് ലോകം മൊത്തം നശിച്ചതിന് ശേഷം ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ പവേഴ്സും നമ്മുടെ അയൺ ഫിസ്റ്റിൻ്റെ പവേഴ്സും ഏതാണ്ട് ആ ടൈമിൽ സോസറർ സുപ്രീം ആയിട്ടുണ്ടാവും നമ്മുടെ ഡോക്ടർ ഡൂം. സോ അത്രയും സൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള ഡോക്ടർ ഡൂമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് 2 പേര് വരികയാണ്. അതായത് നമ്മുടെ തോറ്. ആ ടൈമിൽ നമ്മുടെ തോറ് ഓൾ ഫാദർ തോറായിട്ടുണ്ടാവും, അതായത് ഓഡിൻ ഫോഴ്സ് ഒക്കെ കിട്ടിയിട്ട്. അങ്ങനെ ഓഡിൻ ഫോഴ്സ് കിട്ടിയ ആ തോറും ഫീനിക്സ് ഫോഴ്സ് കിട്ടിയിട്ടുള്ള ഓൾഡ് മാൻ ലോഗനും ചേർന്ന് 2 പേര് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഡൂമിനെ എതിർക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ എന്നിട്ടും ഈ 2 പേർക്കും ചേർന്നിട്ട് നമ്മുടെ ഡൂമിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവസാനം നമ്മുടെ ലോഗൻ പുള്ളിയുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് പുള്ളിയുടെ ആ ഫീനിക്സ് ഫോഴ്സ് തോറിന് കൊടുത്തിട്ട് ആ ഫീനിക്സ് ഫോഴ്സും ചേർത്തിട്ടാണ് ഡൂമിനെ തോറ് ഡിഫീറ്റ് ചെയ്യുന്നത്. സോ അതെന്തായാലും വിട്ടേക്കാം. കാരണം അത് സൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള, ഇവരുടെക്കാൾ പവേഴ്സ് ഓവറായിട്ടുള്ള ആൾക്കാരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടുള്ള ഫൈറ്റാണ്. സോ അത് നമുക്ക് വിട്ടേക്കാം. എന്തായാലും അതിൻ്റെ എൻഡിൽ നമ്മുടെ തോറാണ് ജയിക്കുന്നത്. പിന്നെ നമ്മുടെ ഗോഡ് എംപറർ ഡൂമിനെ എടുക്കാം. ഗോഡ് എംപറർ ഡൂം പവർഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. അതായത് ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് പുള്ളി ഗോഡ് ലെവൽ ബീയിങ് ആയി മാറുന്നത്. അതിനുശേഷം തോറിൻ്റെ ഒരു ആർമീനെ തന്നെ പുള്ളി പോലീസുകാരെ പോലെ വെച്ചിട്ടുണ്ടാവും. സോ ആ പവർഫുൾ ഡൂമും നോർമൽ തോറും തമ്മിൽ ഒരു മാച്ചേ അല്ല. സോ അത് വിട്ടേക്കാം. ഇനി നമ്മുടെ നോർമൽ വെർഷനിലേക്ക് വരികയാണ്. അതായത് നോർമൽ തോറും നോർമൽ ഡൂമും വരികയാണെങ്കിൽ ഡൗട്ട് എന്താ, നമ്മുടെ തോർ തന്നെ ജയിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഡൂമിന് എത്രയൊക്കെ സോസറി പവേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പുള്ളി ഒരുവിധം ഹ്യൂമൻലി പവേർഡാണ്. അതായത് നമ്മുടെ തോറിൻ്റെ അത്രയ്ക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ഡോക്ടർ ഡൂമിനില്ല. പിന്നെ പുള്ളിയുടെ ഇൻ്റലിജൻസും പുള്ളിയുടെ മാജിക് പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്, പുള്ളിയുടെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് പുള്ളി അത്രയും പവർഫുള്ളായി മാറുന്നത് തന്നെ. സോ ഡൂമിൻ്റെ പവർഫുൾ വെർഷൻസിനെ എടുക്കാതെ ബേസ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് ലെവൽ തോറുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തോറേ ജയിക്കുകയുള്ളൂ. ഇനി ഡൂമിൻ്റെ പവർഫുൾ വെർഷനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ തോറിൻ്റെയും പവർഫുൾ വെർഷനിലേക്ക് പോകേണ്ടി വരും. സോ അങ്ങനെ നോക്കുമ്പോൾ ചില സ്ഥലത്ത് നമ്മുടെ ഡോക്ടർ ഡൂം ജയിക്കും, ചില സ്ഥലത്ത് നമ്മുടെ തോറ് ജയിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടർ ഡൂം ഗോഡ് എംപറർ ഡൂമിനെ ഗോഡ് ഓഫ് പ്രയസ് തോറിനൊക്കെ ഗോഡ് ഓഫ് പ്രയസ് തോറിനോ അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഗോഡ്സ് ആയിട്ടുള്ള തോറിനൊക്കെ ഡിഫീറ്റ് ചെയ്ത് വിടുകയാണ്. ആക്ച്വലി ഗോഡ് ഓഫ് പ്രയസ് തോറും ഗോഡ് ഓഫ് ഗോഡ്സ് തോറൊക്കെ സെയിം ആണ്. കാരണം നമ്മുടെ ദ ഗോഡ് ബിച്ചർ ഒരു ഗോഡ് ബോംബ് യൂസ് ചെയ്തിട്ട് എല്ലാ ഗോഡ്സിനെയും കൊല്ലാൻ നോക്കുമ്പോൾ എല്ലാ ഗോഡ്സും ടൈം ലൈനിലുള്ള എല്ലാ ഗോഡ്സും ഓടിനടക്കം തോറിനെ പ്രാർത്ഥിക്കും പവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തോറിൻ്റെ ഒരു പവർഫുൾ വെർഷനൊന്നും അല്ല അത്. സോ എന്തൊക്കെയാണെങ്കിലും എൻ്റെ കൺക്ലൂഷൻ ഇതാണ്. അതായത് നമ്മുടെ തോറും ഡോക്ടർ ഡൂം തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഇവരുടെ ഫീറ്റ്സ് വെച്ചിട്ട് തോറേ ജയിക്കൂ.